സന്തോഷ് ജോർജ് കുളങ്ങര. ചോദ്യം ശരിയല്ലതിലോട്ട് സ്വാഗതം. ശരിയായ ചോദ്യം ചോദിച്ചാൽ മതി. അങ്ങനെ ശരിയായൊരു ചോദ്യം ഉണ്ടോ? പിന്നെ ചോദ്യങ്ങൾ ശരിയല്ലാതാവുമ്പോൾ ഉത്തരങ്ങളും ശരിയല്ലാതാവും. അതിലൊരു എതിരഭിപ്രായമുണ്ട്. ഉണ്ടോ? കാരണം ഒരു ചോദ്യം ചോദിക്കുന്നത് അറിയാനാണെങ്കിൽ, സത്യസന്ധമായി അറിയാനാണെങ്കിൽ ആ ചോദ്യം എപ്പോഴും ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. സത്യസന്ധമായ അറിവ് അല്ല, നമ്മുടെ പരമ്പരാഗത ഒരു ചിന്തയായിരുന്നു ഒരു കൊനസ്റ്റ് ചോദ്യം ചോദിച്ചെങ്കിലേ നമുക്ക് ശരിയായ ഉത്തരം കിട്ടുള്ളൂ എന്നുള്ളത്. അല്ല, സത്യസന്ധരായ മനുഷ്യരായിരിക്കുന്നെങ്കിൽ നമുക്ക് നേരെ ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ പ്രണയിക്കുന്ന സമയത്ത് കാമുകിയോട് സംസാരിക്കുമ്പം കൊനസ്റ്റ് ചോദ്യം ചോദിച്ചിട്ടല്ലല്ലോ അവളുടെ മനസ്സിലുള്ളത് നമ്മൾ അറിയുകയും നമ്മളെ മനസ്സിലുള്ളത് അവൾ അറിയുകയും ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നേരെ ചോദ്യം ചോദിക്കുകയും ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ശരിയായ ഉത്തരങ്ങൾ തരികയും ചെയ്യുന്ന ആളുകളായിരിക്കുന്നതാണ് സമൂഹത്തിന് എപ്പോഴും നല്ലത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് ശരിയായ ചോദ്യങ്ങൾ ഇഷ്ടമാണ്. അതിന് ഏറ്റവും ശരിയായ ഉത്തരങ്ങൾ തരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. ഞാൻ ഒരിക്കലും വളച്ചു കെട്ടി ഒരു ഉത്തരം പറയാറില്ല. ശരി തെറ്റ് എന്നുള്ളത് എൻ്റെ ശരിയും സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ശരിയും കുറേയൊക്കെ ഒക്കുമെങ്കിലും പൂർണ്ണമായിട്ട് ഒരിക്കലും ഒക്കില്ലല്ലോ. അപ്പോൾ ഒരു പക്ഷേ താങ്കൾ എന്നോടൊരു ശരിയായ ചോദ്യം ചോദിച്ചാലും എനിക്കത് തെറ്റായി തോന്നാം. അങ്ങനെ വരുന്നത് അത് ശരിയായ ചോദ്യത്തിൻ്റെ കുഴപ്പമല്ലല്ലോ, മനസ്സിലാക്കിയ ആളുടെ കുഴപ്പമല്ലേ. അത് തന്നെയാണ് ചോദ്യം ശരിയല്ല. ചോദ്യം തെറ്റായിട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടുള്ള ഒരു മുൻകൂർ ജാമ്യമാണ് ചോദ്യം ശരിയല്ല. ഓക്കെ, ചോദ്യകർത്താവിന് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ. സന്തോഷ് ജോർജ് കുളങ്ങര ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ 10 കൽപ്പന, അതിനൊപ്പം എൻ്റെ കുറച്ച് കൽപ്പനകളുടെ, അങ്ങനെ ഞാൻ ജീവിച്ചാൽ എന്താ കുഴപ്പം? ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്. എന്തൊക്കെയാണ് ഈ 10 കൽപ്പന എല്ലാവർക്കും അറിയാം, മറ്റ് കൽപ്പനകൾ എന്തൊക്കെയാണ്? അല്ല, ഞാൻ മറ്റ് 10 കൽപ്പനകൾ എന്നുള്ളതല്ല, ആ 10 കൽപ്പനകളെ നിന്ന് തന്നെ വേണമെങ്കിൽ എനിക്ക് എൻ്റെ കൽപ്പനകൾ ഉണ്ടാക്കാം. അതിനെ ഒന്ന് സംഗ്രഹിച്ചാൽ മതി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരു ബേസിക് തോട്ട് എന്ന് പറയുന്നത് ഇതാണ്: നിനക്ക് നിൻ്റെ സുഖത്തിന് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യവും മറ്റൊരാൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന ഒന്നായി മാറരുത്. അതാണ് ഏറ്റവും ബേസിക്കായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ലോകത്തിന് വേണ്ട ഒരു കൽപ്പന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? നിന്റെ ഒരു പ്രവൃത്തി, നിന്റെ ഒരു ചിന്ത, നിന്റെ ഒരു ആശയം പോലും മനുഷ്യരെ ദ്രോഹിക്കുന്നതാവരുത് എന്ന് ചിന്തിച്ചാൽ ഈ ലോകം ജീവിക്കാൻ ഏറ്റവും സുന്ദരമായൊരു സ്ഥലമായിട്ട് മാറും. അത് മതങ്ങളും രാഷ്ട്രീയക്കാരും പ്രസ്ഥാനങ്ങളും ഒക്കെ ചിന്തിച്ചാൽ, വ്യക്തികളും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ വലിയൊരു ശതമാനം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടില്ലേ? അപ്പോൾ അതിന് ഈ 10 കൽപ്പനയെ പോലും വേണ്ടെന്ന് ഞാനീ പറഞ്ഞത്. അതിനെ സംഗ്രഹിച്ചെടുത്താൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ആ കൂടെ വേണേൽ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാം: നിനക്ക് തന്നെ ദ്രോഹമുള്ള കാര്യവും നീ ചെയ്യരുത്. അതിൽ പെടുന്നതാണ് ഈ ലഹരി, അല്ലെങ്കിൽ മറ്റ് ഡിപ്രഷനിലേക്ക് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. മനുഷ്യൻ അവനവന് തന്നെ ദ്രോഹം ഉണ്ടാക്കുന്ന ഒത്തിരി കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതുകൂടെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു മനുഷ്യന് അത്യാവശ്യം പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യനാകാൻ പറ്റും. നമുക്ക് ചുറ്റുമുള്ള അത് തന്നെയാണല്ലോ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നീ എന്താഗ്രഹിക്കുന്നോ, നീ എന്ത് സുഖങ്ങൾ ഇഷ്ടപ്പെടുന്നോ, നീ എന്ത് സന്തോഷം ആഗ്രഹിക്കുന്നോ, അതൊക്കെയാണ് നിന്റെ അയൽക്കാരനും ആഗ്രഹിക്കുന്നത്. നീ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നത് ഒന്നും അവനോട് ചെയ്യാതിരിക്കുക, നിനക്ക് കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്നത് ഒന്നും നീ അവന് കൊടുക്കാതിരിക്കുക. അപ്പൊ യേശു ക്രിസ്തു മാത്രമല്ല, മിക്കവാറും എല്ലാ ഗുരുക്കന്മാരും പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അത് വളരെ സിമ്പിൾ ആണെങ്കിലും ആളുകൾക്ക് അത് മനസ്സിലാവാൻ അത്ര എളുപ്പമല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, ഇപ്പം ഒരാൾ വെജിറ്റേറിയൻ ആണെന്ന് വിചാരിക്കാം. അയാൾക്ക് വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇഷ്ടം. അയാൾക്ക് വെജിറ്റേറിയൻ ഭക്ഷണം ആണ് ശരീരത്തിന് നല്ലതെന്ന് പൂർണ്ണമായ വിശ്വാസം. അപ്പം അയാൾ ആഗ്രഹിക്കുന്നത് മറ്റൊരാളുടെ ശരീരം നശിക്കരുത്, മറ്റൊരാൾ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ. അല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ അയാൾക്ക്. ഞാൻ പറഞ്ഞത്, ഇപ്പം എനിക്ക് വെജിറ്റേറിയൻ ആണ് ഇഷ്ടം, താങ്കൾക്ക് വെജിറ്റേറിയൻ അല്ല ഇഷ്ടം, നോൺ വെജിറ്റേറിയൻ ആണ് ഇഷ്ടം. എനിക്ക് വേണമെങ്കിൽ താങ്കളോട് സൗഹൃദത്തിൽ ഉപദേശിക്കാമല്ലേ, പറയാം, സുഹൃത്തെ വെജിറ്റേറിയൻ കഴിച്ചുകൂടെ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറുള്ളൂ. അതിനർത്ഥം താങ്കൾ വെജിറ്റേറിയൻ ആകുന്നില്ലെങ്കിൽ താങ്കൾ എൻ്റെ ശത്രുവാണെന്നും വെജിറ്റേറിയൻ കഴിക്കുന്നവരെ എല്ലാം നമ്മൾ നിഗ്രഹിക്കേണ്ടതാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നതാണ് ഈ കുഴപ്പം വരുന്നത്. ഞാൻ പറയുന്നു വെജിറ്റേറിയൻ നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. അത് സൗഹൃദത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ വെജിറ്റേറിയൻ വേണേ നോക്കൂ കേട്ടോ. അത്രയല്ലേ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനോട് പറയാറുള്ളൂ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് പറയാറുള്ളൂ. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളോട് ഏതറ്റം വരെ പറയുമോ അതേ നമ്മൾ എല്ലാവരോടും പറയാറുള്ളൂ. അപ്പൊ ആ പ്രശ്നം തീരും. പക്ഷെ പൊതുവെ മാതാപിതാക്കൾ കുട്ടികളോട് പറയുന്ന പോലെ പൊതുവെ അങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നർത്ഥം.
അല്ല, ഇത് മാതാപിതാക്കളും ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ കുട്ടികളുടെ അഭിപ്രായം, അതായത് വളരെ ഈ കോവിഡിന് ശേഷമുള്ളൊരു മാറ്റമാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് വരെ എൻ്റെ ഡ്രീംസ് നടപ്പാക്കുന്നത് കുട്ടികളിലൂടെയാണെന്നും, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചതുപോലെ തന്നെ എൻ്റെ മക്കൾ ജീവിക്കണമെന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു തലമുറ കോവിഡ് കഴിഞ്ഞതോടെ അങ്ങ് മാറി. ഓൺലൈൻ ക്ലാസ്സുകളും വേറൊരു ലോകത്തേക്ക് കുട്ടികൾ എക്സ്പോസ്ഡ് ആവുകയും ജെൻസി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് പിള്ളേർ മാറ്റപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പേരൻസ് തന്നെ കൺഫ്യൂസ്ഡായി. അവനാണോ ശരി, ഞാനാണോ ശരി? ഒരു കൺഫ്യൂഷനില്ല പേരൻസ് പലപ്പോഴും. അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ ഡ്രീംസും അവൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള ചിന്തകളും അല്ലേ വേണ്ടത്. എൻ്റെ കാലഘട്ടത്തിലെ ഒരു ചിന്തയുമായിട്ട് എൻ്റെ മക്കൾ ഇനി ജീവിക്കുമോ, അവർക്ക് വിജയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു തിരിച്ചറിവ് പേരൻസിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പേരൻസ് പോലും എനിക്ക് തോന്നുന്നില്ല മക്കളുടെ മേൽ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുന്നുണ്ടെന്ന്. വളരെ കുറവാണ്. അവർക്ക് മക്കൾക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. യാത്രയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടല്ല, എന്നാലും ചോദിക്കുക. പൊതുവെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരു ഇപ്പം നമ്മളൊക്കെ ജീവിച്ച കാലം, കോളേജ്, ഈ പ്രണയം എന്നൊക്കെ പറയുന്ന കാലത്തൊക്കെ വർത്തമാനം പറയാൻ പോലും പറ്റില്ല ഒരു മറ്റ് ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഒപ്പം. ഇപ്പം കുറേയും കൂടെ ഒക്കെ ഫ്രീഡം ഇവിടെ ഉണ്ട്. പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിൽ ഒരു കുറച്ചൊക്കെ പുറകോട്ട്, അതായത് ഈ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് എഫെക്ഷൻ കുറച്ച് കുറഞ്ഞതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഈ അടുത്ത കാലത്ത്? ഇതൊക്കെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പലവിധ കാര്യങ്ങളിലാണത്. നമുക്ക് ഇപ്പം അത് ഷോക്കിംഗ് അല്ലാതായി എന്നുള്ളതാണ് പ്രധാന കാര്യം. അവിടെ ഈ അഫെക്ഷൻ കാണിക്കലൊക്കെ ഉണ്ട്. ഒരു 20 കൊല്ലം മുമ്പ് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴും ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ അത്ര അങ്ങോട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്ക് പരിചിതമായ രീതിയിൽ ആയിരുന്നില്ല അന്ന് അവരുടെ ഈ പറഞ്ഞ പ്രകടനങ്ങൾ. ഇന്ന് നമുക്കും അത് കുറെ കൂടെ പരിചിതമാണ്. അതുകൊണ്ട് ആ കോൺട്രാസ്റ്റ് നമുക്കധികം ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ കൈകോർത്ത് പിടിച്ച് ഒരു തെരുവിലൂടെ നടക്കുന്നത് ഒരു 30 കൊല്ലം മുമ്പ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് നടക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നമുക്കൊരു ഷോക്കായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ആലിംഗനം ചെയ്യുന്നത് നമ്മൾ ഇന്ന് നോക്കൂ, നമ്മുടെ കുട്ടികൾ പോലും ആൺകുട്ടിയും പെൺകുട്ടിയും, പ്രത്യേകിച്ച് സിനിമാക്കാരുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടുകുട്ടിയാൽ ആദ്യം പോയി അവർ ഹഗ് ചെയ്യുക ചെയ്യുന്നത്. ഈ ഹഗ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റോ ആ ഒരു ചിന്തയോ നമുക്ക് നിഷിദ്ധമായിരുന്നല്ലോ. ഒരു 15-20 കൊല്ലം മുമ്പ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഹഗ് ചെയ്യുമായിരുന്നോ കേരളത്തിൽ? ഇല്ല. ഇപ്പോഴോ ഒരു ലെവലിൽ മുകളിലുള്ള സമൂഹത്തിൽ മാത്രമല്ല, ഏത് കൂട്ടത്തിലും ചെറുപ്പക്കാരാണെങ്കിൽ അവർ സൗഹൃദങ്ങൾ ഹഗ് ചെയ്ത് തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് പലതും, അല്ലെ? യൂണിവേഴ്സിറ്റികള്, കോളേജുകളില്, ക്യാമ്പസുകളിലൊക്കെ നമ്മൾ അങ്ങനെ ആയിക്കഴിഞ്ഞു. അതുപോലെ തന്നെ വസ്ത്രധാരണത്തിൽ ആ ഷോക്ക് ഉണ്ടായിരുന്നേ. പെൺകുട്ടികൾ സ്ലീവ്ലെസ്സിലേക്ക് മാറിയില്ലേ ഏതാണ്ട് 90% ആളുകളും. ഞാൻ പറഞ്ഞത് നോക്കൂ, ഒരു നല്ലൊരു ചടങ്ങാണെങ്കിൽ അവിടെ ഒരു ഫുൾ സ്ലീവ് ഉള്ള ഉടുപ്പിടുന്നതിനേക്കാൾ സ്ലീവ്ലെസ് ആണ് എനിക്ക് സ്യൂട്ടബിൾ എന്ന് പെൺകുട്ടികൾ തീരുമാനിക്കുകയും അതിനെ പേരൻസ് അപ്രൂവ് ചെയ്യുകയും അതനുസരിച്ച് അവർ വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്സ് ഒക്കെ ഇട്ട് പെൺകുട്ടികൾ തെരുവിലൂടെ നടക്കുന്നത് നമുക്ക് കേരളത്തിൽ പോലും കാണാം. ഇതൊന്നുമില്ലാത്ത ഒരു കാലത്ത് നമ്മൾ യൂറോപ്പിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം ഷോക്കായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറേം കൂടെ ആ ലെവലിൽ അവരുടെ ഒരു വീക്ഷണത്തിലേക്ക് മാറിയത് കൊണ്ട് ഈ കോൺട്രാസ്റ്റ് കുറഞ്ഞിട്ടുണ്ടാവാം. അതാണ് പ്രധാന കാര്യം എന്നെനിക്ക് തോന്നുന്നത്. പിന്നെ അവര് എപ്പോഴും ഒരു സ്വതന്ത്ര ചിന്തയുള്ളവരാ. ഈ പാശ്ചാത്യ സമൂഹങ്ങളിൽ എവിടെയാണെങ്കിലും സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ ഏതാണോ കൂടുതൽ കൺവീനിയന്റ്, ഏതാണോ കൂടുതൽ ആസ്വാദ്യം, അതിനാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതാണ് അവരുടെ ഇഷ്ടങ്ങൾ. അതുകൊണ്ടാണല്ലോ അവിടെ മറ്റ് പല കാര്യങ്ങൾക്കും പ്രാധാന്യം കിട്ടാത്തത്. വ്യക്തിപരമായ ആസ്വാദനവും സ്വാതന്ത്ര്യത്തിനുമാണ് അവിടുത്തെ തലമുറകൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലായ ഇഷ്യൂസ് മുതൽ പല കാര്യങ്ങളിലും അവർ പുറംതിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലേതുപോലെ അത്ര എഫക്റ്റീവായിട്ട് പല കാര്യങ്ങളും അവർ ഇടപെടുന്നില്ല പല തലമുറയും. അതായത് പാശ്ചാത്യ സംസ്കാരം ഒരു സമൂഹത്തിൻ്റെ മുകളിൽ ഇൻഡിവിജ്വലിനെ, വ്യക്തിയെ പ്രതിഷ്ഠിക്കുന്ന ഒരു സംസ്കാരമാണ്. നമ്മൾ കുറച്ച് തിരിച്ച് എനിക്ക് മനസ്സിലായത് ഒരു മൂല്യബോധത്തിൽ ഉറച്ച ഒരു ലീഡർഷിപ്പാണ് എന്നാണ് എനിക്ക് തോന്നിയത്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പെരുമാറ്റത്തിലും വർക്കിലൊക്കെ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും വേണമല്ലോ. നമുക്ക് ഒരു മൂല്യം എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് നമ്മുടേതായ ഒരു ഐഡിയോളജി ഉണ്ടാവണം. ഈ ഐഡിയോളജി നീതിയുടെ ഭാഗത്തുള്ളതായിരിക്കണം. അതാണല്ലോ നമ്മുടെ മൂല്യബോധം എന്ന് പറയുന്നത്. നീതി നടപ്പാകണം, അല്ലെ? നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു നീതിപൂർവമായ തീരുമാനമായിരിക്കും എടുക്കേണ്ടത്. അത് ആരോടൊക്കെ നീതി പുലർത്തണം? നമ്മളുടെ
ഈ പ്രകൃതിയോട് പോലും നമ്മൾ നീതി പുലർത്തുന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. നമ്മുടെ സൊസൈറ്റിയോട് നീതി പുലർത്തുന്നതായിരിക്കണം. നമ്മളുടെ സഹജീവികളോട് നീതി പുലർത്തുന്നതായിരിക്കണം. നമ്മുടെ കുടുംബത്തോടും കുടുംബാംഗങ്ങളോടും നീതി പുലർത്തുന്നതായിരിക്കണം. നമ്മുടെ സഹപ്രവർത്തകരോട് നീതി പുലർത്തുന്നതായിരിക്കണം. അതിലൊക്കെ ഏറിയും കുറഞ്ഞും വ്യത്യാസം വരാം പല സാഹചര്യങ്ങളിൽ. പക്ഷെ ആകത്തുക എടുക്കുമ്പം, ഒരു ശരാശരി എടുക്കുമ്പം നമ്മൾ നീതിനിഷ്ഠമായ ഒരു ജീവിതമാണെന്ന് നമുക്ക് തന്നെ തോന്നണം. അത് തന്നെയല്ലേ മതങ്ങൾ പഠിപ്പിക്കുന്നത്? മതങ്ങൾ പൊതുവെ വ്യക്തിയോട് പഠിപ്പിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതായിട്ട് ധരിപ്പിക്കുന്നത് അല്ലേ? അല്ല, എനിക്ക് മനസ്സിലായത് പല മതങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും, എന്നാലും അവനവനോട് നീതി പുലർത്താൻ പഠിപ്പിക്കുന്നില്ല മതങ്ങൾ. സമൂഹത്തോട് ഒരുപക്ഷെ കുറച്ചൊക്കെ നീതി പുലർത്താൻ പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ സമൂഹത്തിന് വേണ്ടി വ്യക്തിയുടെ എല്ലാ താല്പര്യങ്ങളും അടിയറ വെക്കണം എന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ല, ഇതിനകത്ത് പല കാരണങ്ങളുണ്ട് മതങ്ങളുടെ ഈ പഠിപ്പിക്കലിന്. ഇപ്പോൾ ഒരു മതം ഒറിജിനേറ്റ് ചെയ്ത കാലത്തെ സാഹചര്യം എന്താണെന്ന്, അല്ലെങ്കിൽ ആ മതത്തിന് വേണ്ടി ആ ഏറ്റവും മികച്ച ആശയങ്ങൾ മുന്നോട്ട് വെച്ച ആൾ ഏത് സാഹചര്യത്തിൽ ഓരോ കാര്യം മുന്നോട്ട് വെച്ചു എന്നുള്ളത് പോലും ഇന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ്. മനസ്സിലായി? നമുക്ക് ഒരിക്കലും ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ 1970കളിലെ ഒരു ജീവിത സാഹചര്യം നമുക്ക് ഇന്ന് എത്ര പേർക്ക് അത് ഓർത്തെടുക്കാൻ പോലും പറ്റും? പുതിയ തലമുറയിൽ ഒരു 20 വയസ്സ് കഴിഞ്ഞ, അല്ലെങ്കിൽ 30-40 വയസ്സിനിടയ്ക്കുള്ള ആളുകളിൽ ചിന്തിക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ചില ചിട്ടകളും നിയമങ്ങളും ഇന്നും നമ്മൾ തുടർന്നാലോ ഈ പുതിയ തലമുറയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് ഇതിനകത്ത് ഈ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് വരുന്നൊരു കാര്യം. ഇത് 2000-3000 കൊല്ലം മുമ്പത്തെ കാര്യങ്ങൾ. അപ്പൊ ആ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. മനുഷ്യന്റെ ചിന്തകള്, മനുഷ്യന്റെ വിശ്വാസങ്ങള്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണകള്, ശാസ്ത്രത്തെക്കുറിച്ചുള്ള അവബോധം, നമ്മുടെ മനുഷ്യ ശരീരം പോലും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള. ഇപ്പോൾ മനുഷ്യർ ആദ്യകാലത്തൊക്കെ ചിന്തിച്ചിരുന്നത് ഹൃദയമാണ് ചിന്തകളുടെ കേന്ദ്രം എന്നാണ്, അല്ലേ? വികാരങ്ങളൊക്കെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്നാണ് ചിന്തിച്ചിരുന്നത്. അല്ലേ? ഹൃദയവികാരം എന്നാണല്ലോ നമ്മൾ പറയുന്നത് പോലും. ഇത് തലച്ചോറാണ് ഇതിന്റെ എല്ലാം കേന്ദ്രം എന്നൊക്കെ ഉള്ളത് ശാസ്ത്രമല്ലേ നമ്മളെ പഠിപ്പിച്ചത്? അല്ല, ഇപ്പൊ കുറച്ചൊക്കെ അതിൽ നിന്നും മാറി തുടങ്ങി. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പം നമ്മളിതൊരു യാഥാർത്ഥ്യമാണ്. 2000 കൊല്ലം മുമ്പുള്ള ഒരു മനുഷ്യനോ അല്ലെ മനുഷ്യരാശിക്കോ ഉള്ള അറിവുകൾ പരിമിതമായിരുന്നു. അതുകൊണ്ടാണല്ലോ അന്ന് ആ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്നത്. അല്ലെങ്കിൽ ഇന്നുള്ള ഫെസിലിറ്റികളെ കുറിച്ചോ ടെക്നോളജികളെ കുറിച്ചോ റോബോട്ടിക്സിനെ കുറിച്ചോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചോ ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന ഒരാൾക്ക് എപ്പോൾ വേണേലും കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ടെക്നോളജി വളരുമെന്നോ ഒക്കെ അന്നുള്ള ഒരു മനുഷ്യനും ചിന്തിച്ചിരുന്നില്ല. അത് ചിന്തിക്കാമായിരുന്നില്ല, ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. ഇന്ന് നമുക്ക്, ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്, ഇന്ന് എത്ര പേർക്ക് ചിന്തിക്കാൻ പറ്റും മനുഷ്യനെ ഒരു സ്കാനറിനകത്ത് സ്കാൻ ചെയ്തിട്ട് നിങ്ങളെ അമേരിക്കയ്ക്കോ സ്പേസിലേക്കോ അയക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ടാവും ലോകത്ത് ഇന്ന്? ഇല്ല, അധികം പേര് എന്തായാലും ഉണ്ടാവില്ല. അതായത് നിങ്ങളുടെ ഒരു മൊബൈൽ സിഗ്നൽ പോകുന്ന പോലെ തന്നെ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി അങ്ങ് സ്കാൻ ചെയ്തെന്നിരിക്കട്ടെ, MRIയോ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സ്കാനറിനകത്ത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് കയറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ അങ്ങ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അങ്ങ് ഡീകോഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഈ കണക്കുകളാണ് ഡിജിറ്റലി അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വിതിൻ സെക്കൻഡ്സ് ചൊവ്വയിലോ ഏത് ഗ്രഹത്തിലോ ഈ സാധനം എത്തുന്നു. അവിടെ വേറെ ഇതേപോലെ എന്താണ് ഈ പ്രിന്റർ എന്ന് പറയുന്നില്ലേ, എന്ന് പറഞ്ഞ 3D പ്രിന്റർ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനം അവിടെ ഉണ്ട്. അത് നിങ്ങളെ തിരിച്ച് ആ കണക്കുകൾ പ്രകാരം നിങ്ങളെ നേരെ തിരിച്ച് നിങ്ങൾ അവിടെ സൃഷ്ടിച്ചിട്ട് അവിടെ നിങ്ങൾ ഇറങ്ങി നടന്നോളാൻ പോകുന്നു. അപ്പം ഇത് നാളെ സംഭവിച്ചു കൂടായികയുണ്ടോ? ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും സംഭവിക്കാം, സംഭവിച്ചേക്കാം, സംഭവിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മട്ടിൽ ഇത് ഏതെങ്കിലും മതപ്രവാചകന്മാർക്ക് മതം രൂപപ്പെടുത്തിയ ശ്രീബുദ്ധനാവട്ടെ, മുഹമ്മദ് നബി ആവട്ടെ, യേശുക്രിസ്തു ആവട്ടെ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആയിരക്കണക്കിന് ദേവതകളാവട്ടെ, ഇവരൊന്നും ഇത്തരമൊരു ടെക്നോളജി പ്രായോഗിക തലത്തിൽ വരുന്ന കാലത്ത് നമ്മൾ എന്തൊക്കെ നിയമങ്ങൾ അനുസരിക്കേണ്ടി വരും, അന്ന് സമൂഹം ഏതൊക്കെ നിയമങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഉള്ളൊരു നിയമം വല്ലതുമായിരിക്കും അന്ന് വേണ്ടി വരിക. അല്ല, അതിൽ തമാശ മാത്രമല്ല, ഈ അന്നുണ്ടായിരുന്ന സംഗതികൾ തന്നെ അവർക്കറിയില്ല. ഇത് ഒരു മതപുസ്തകത്തിലും കങ്കാരുമൊന്നും ഇല്ലല്ലോ, കാരണം ഓസ്ട്രേലിയയിലെ ആൾക്കാർ എത്തിയിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ജീവിച്ച സാഹചര്യത്തിൽ നമ്മളുടെ അന്നത്തെ പരിമിതമായ അറിവും വെച്ച് അന്നത്തെ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ അന്ന് ഈ സമൂഹങ്ങളിലെല്ലാം ഒത്തിരി അനാചാരങ്ങളുണ്ടായിരുന്നു, ഒത്തിരി ദുഷ്പ്രവണതകളുണ്ടായിരുന്നു, തോന്നിയാസങ്ങളുണ്ടായിരുന്നു, കൊലകളും കയ്യേറ്റങ്ങളും ഉണ്ടായിരുന്നു, സ്ത്രീകളുടെ നേരെയുള്ള അക്രമങ്ങൾ ഉണ്ടായിരുന്നു, തട്ടിക്കൊണ്ടുപോകലുണ്ടായിരുന്നു, ഒരു ചിട്ടയില്ലായ്മ ഉണ്ടായിരുന്നു ഏത് സമൂഹത്തിലും. യേശുക്രിസ്തു ജീവിച്ച കാലത്തെ
ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പ്രദേശം എന്ന് പറയുന്നത് റോമ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ നമ്മളെ കോളനിയാക്കിയ പോലെ റോമാക്കാർ അവരുടെ കോളനിയാക്കി വെച്ചിരുന്ന അവരുടെ ഗവർണർമാർ വന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ്. ആ കാലഘട്ടത്തിൽ ജൂതന്മാർക്ക് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു യേശുക്രിസ്തു. മിശിഹാമാരെന്ന് പറയുന്നത് അക്കാലത്ത് റോമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വന്നയാൾ ഞാനാണെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന് മുമ്പേ നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. വന്നവരെയൊക്കെ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ സമര ഭഗത് സിംഗിനെ ഇവിടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തോ അതേപോലെ അവിടെ ചെയ്തിരുന്ന രീതിയാണ് ഈ കുരിശെ തറച്ച് കൊല്ലുക എന്നുള്ളത്. അതിലെ ഒരാളാണ് യേശുക്രിസ്തു. മനസ്സിലായില്ലേ? പക്ഷെ യേശുക്രിസ്തു മറ്റു രീതിയിലാണ് പഠിപ്പിച്ചത്. ശിഷ്യന്മാരെ സൃഷ്ടിക്കുകയും ആ ശിഷ്യന്മാരും സെയിന്റ് പോൾ എന്ന് പറയുന്ന വളരെ ക്രാന്തദർശിയായ ഒരു ബിസിനസ്സുകാരനായ ഒരു പണ്ഡിതനായ അല്ലെങ്കിൽ ഒരു ബുദ്ധിമാനായ ഒരാൾ പിന്നീട് വന്നപ്പോഴാണ് ഈ സഭ ഇന്നത്തെ രീതിയിലേക്ക് കെട്ടിപ്പടുക്കുകയും പെർഫെക്റ്റ് സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്തത്. അതല്ലായിരുന്നു ചിലപ്പോൾ പണ്ടേ വിസ്മൃതിയിലായി പോയ യേശുക്രിസ്തുവിന്റെ ഈ ട്രെയിനിങ് ഒക്കെ. അത് മാത്രമല്ല, ഈ ക്രിസ്തു എന്ന് പറയുന്ന അവരുടെ ഒരു വിശ്വാസമാണ് ഇങ്ങനെ ഒരു ക്രിസ്തു വരും എന്നുള്ളത്. ക്രിസ്തു അല്ല, മിശിഹ വരും എന്നുള്ളതാണ്. അതായത് നമുക്കൊരു രക്ഷകൻ വരും എന്നുള്ളത് എല്ലാ അടിമത്തത്തിൽ കിടക്കുന്ന എല്ലാ മനുഷ്യരും പ്രതീക്ഷിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ ഒരു മിശിഹ വരും എന്നാണ്. അപ്പൊ ഈ ചിലർ വന്നിട്ട് പറഞ്ഞാൽ ഞാനാണ് നിങ്ങൾ ഈ വിശ്വസിച്ചിരുന്ന മിശിഹ എന്ന് പറഞ്ഞു വരുന്നു. അവര് കുറച്ച് ആളെ കൂട്ടുന്നു, പ്രക്ഷോഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, റോമൻ പട്ടാളവരെ പിടിക്കുന്നു, കുരിശെ തറച്ച് കൊല്ലുന്നു, തീരുന്നു. പിന്നെ ആ 8, 10, 15, 20, 30, 50, 100 കൊല്ലം കഴിയുമ്പോൾ മറ്റൊരു ആള് മിശിഹായാണെന്ന് പറഞ്ഞു വരുന്നു. അവരെ കൊല്ലേണ്ടത് ഇവരുടെ ആവശ്യമാണ്. കാരണം ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. യേശു ക്രിസ്തുവിനെ അത് തന്നെ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത് ചരിത്രം നമ്മൾ ഈ ബൈബിള് മാത്രം കാണാതെ പഠിക്കുന്ന ഒരാൾക്ക് ഇത് കിട്ടണമെന്നില്ല. റോമൻ ചരിത്രവും ഒക്കെ ഇഷ്ടംപോലെ ചരിത്ര രേഖകളിൽ നമുക്ക് കിട്ടും. അത് എഴുതപ്പെട്ടിട്ടുണ്ട്, അതിന്റെ മ്യൂസിയങ്ങളുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് ഇത് പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത്? നമ്മൾ ഈ യാത്രകളിലൂടെ ഈ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവിടുത്തെ മ്യൂസിയങ്ങളിലും അവിടുത്തെ ചരിത്രരേഖകളും പഴയ അവിടുത്തെ ലിപികളിൽ എഴുതപ്പെട്ട ലേഖനങ്ങളും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു ആ കാലഘട്ടം എന്ന് മനസ്സിലാവും. ആ കാലഘട്ടത്തെ മനുഷ്യന്റെ ആവശ്യം എന്തായിരുന്നു, അതിന് വേണ്ട രീതിയിൽ ഈ നേതാവ് എന്താണ് പഠിപ്പിച്ചത്, ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്കിതിനെ സമചിത്തതയോടെ ഒന്ന് മാറി നിന്ന് അല്പം പക്വതയോടെ വൈകാരികമല്ലാതെ ആരെങ്കിലും നമ്മളെ മുട്ട നിർത്തി പഠിപ്പിച്ചതല്ലാത്ത ഒരു സ്വതന്ത്ര ബുദ്ധിയിൽ കാര്യങ്ങളെ കാണാൻ പഠിക്കുന്നത്. ഭൂരിപക്ഷം പേര് ആളുകൾ ചെയ്യുന്ന എന്താണ്? ആരെങ്കിലും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ പോലും പറയുന്ന പല കാര്യങ്ങളെ ഒരു യുക്തിബോധത്തോടെ ചിന്തിക്കുക പോലും ചെയ്യാതെ അതാണ് അൾട്ടിമേറ്റ് എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകളെങ്കിലും ഉണ്ട്. അങ്ങനെയുള്ളവരോട് നമുക്ക് ബഹുമാനം അല്ല പലപ്പോഴും തോന്നുക, അല്ലേ? അവര് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ, ഞാൻ പറഞ്ഞതിൽ പോലും വാസ്തവമുണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ടത് എന്താന്ന് വെച്ചാൽ, സന്തോഷ് ജോർജ് കുളങ്ങരെ സ്നേഹിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. ഗവൺമെന്റുകളെ കുറ്റം പറയുമ്പോൾ കുഴപ്പമില്ല, രാജ്യത്തെ കുറ്റം പറയുമ്പോൾ കുഴപ്പമില്ല, മതത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അല്ല, ഞാൻ മതത്തിനെതിരെ അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ആ മതങ്ങളോ അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനങ്ങളോ എങ്ങനെയാണ് റിഫൈൻഡ് ആവേണ്ടത് എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം നിങ്ങൾ ഈ ശാസ്ത്രത്തിലും ഇവിടുത്തെ സിസ്റ്റത്തിലും ഡെമോക്രസിയിലും ഇത് തരുന്ന സൗകര്യങ്ങളിലും എല്ലാം വിശ്വസിക്കുക, അതിൽ അഭിരമിക്കുക, അതും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയും അതിലൊന്നും ബന്ധമില്ലാത്ത ഒരു സാധനമാണ് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നതെന്നുള്ള ഒരു കുഴപ്പം ചിലർക്ക് വരും. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ഈക്വാലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളാണ് ഇന്നത്തെ ആധുനിക സമൂഹം മനുഷ്യന് തരുന്നത്, അല്ലേ? ആ ഈക്വാലിറ്റിക്ക് എതിരായി മതം പറഞ്ഞാൽ പോലും നമ്മൾ അത് വിശ്വസിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു റൈറ്റാ, അല്ലെ? തുല്യത. അത് ദരിദ്രനോ സമ്പന്നനോ പണ്ഡിതനോ പാമരനോ പുരുഷനോ സ്ത്രീയോ ആരുമാകട്ടെ, അവരുടെ സെലക്ഷൻ അല്ല ഇങ്ങനെയാണ് ജനിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതിന്റെ കാരണത്താൽ അവൻ ഇൻഫീരിയർ ആണെന്ന് പറയാൻ പറ്റും? ഞാനൊരു മതത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അതിൽ എൻ്റെ ഒരു തീരുമാനമാണോ? എനിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ അതിനകത്ത്? വേറെ എവിടെയെങ്കിലും ജനിച്ചിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിക്കാമായിരുന്നു, വേറെ ഏതെങ്കിലും രാജ്യത്ത് ജനിച്ചേനെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ആരും തീരുമാനിച്ചതല്ല. അപ്പൊ നമ്മളെ അതിൻ്റെ പേര് കുറ്റപ്പെടുത്തുന്നതിലോ പരിഹസിക്കുന്നതിലോ ഒറ്റപ്പെടുത്തുന്നതിലോ നമ്മളെ മാറ്റി നിർത്തുന്നതിലോ ഒന്നും ഒരു അടിസ്ഥാനമില്ല. അതുകൊണ്ടാണല്ലോ ആധുനിക സമൂഹങ്ങളും ആധുനിക രാഷ്ട്രങ്ങളും എല്ലാം തുല്യത, ഈക്വാലിറ്റി എന്ന കാര്യത്തിന് നിങ്ങൾ ഏത് നിറത്തിലുള്ള, അത് നിങ്ങളുടെ ചോയ്സ് അല്ല. നിങ്ങളുടെ ചോയ്സ് അല്ലാത്ത ഒരു കാര്യത്തിലും നിങ്ങളെ മാറ്റി നിർത്താൻ പാടില്ല. അങ്ങനെ മാറ്റി നിർത്താനും സെപ്പറേറ്റ് ചെയ്യാനും ഏതെങ്കിലും ചിന്താഗതികൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും ശരിയല്ലെന്ന് ഞാൻ പറയാറുള്ളൂ. അതാണ് കാര്യം. അല്ലാതെ ഞാൻ മതത്തിലോ ദൈവങ്ങളിലോ വിശ്വസിക്കുന്ന ഒരാളോടും ഞാൻ ഒരിക്കലും തർക്കിക്കാൻ പോകാറില്ല, ഞാൻ അവരോട് വഴക്കുണ്ടാക്കാൻ പോകാറില്ല. കാരണം ആ വിശ്വാസം അവർക്ക് മനസ്സിന് ഒരു ധൈര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ,
അത് അവരുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഒരു ഊർജം കൊടുക്കുന്നുണ്ടെങ്കിൽ, അതാണ് അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനമെങ്കിൽ അവർ ചെയ്യട്ടെ. അതിന് ഞാനെന്തിനു കുറ്റപ്പെടുത്തണം? അത് പക്ഷേ നമ്മുടെ സമൂഹത്തിന് ദ്രോഹമാകുന്ന തീരുമാനങ്ങളാകുകയും അത് എന്നെയും അത് അടിച്ചേൽപ്പിക്കാൻ വരികയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് എനിക്ക് എൻ്റെ യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ അത് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മാത്രം ഞാനതിൽ നിന്ന് മാറി നിൽക്കുകയോ ഒഴിവായി പോവുകയോ എൻ്റെ അഭിപ്രായം പറയുകയോ ചെയ്യും. അത്രേ ഉള്ളൂ. ഞാനൊരു മതത്തിനും എതിരല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെ, ഓക്കെ. ഈശ്വര വിശ്വാസം നല്ലതാ. ഞാൻ ചോദിക്കട്ടെ, ഈശ്വര വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ വലിയൊരു ശതമാനം ആളുകൾ ഇന്നത്തേക്കാൾ അധാർമികളായി പോയേനെ. കാരണം ഈ രാഷ്ട്രത്തെ സ്നേഹിച്ചിട്ടല്ല, പലരും ദൈവം എന്നെ ശിക്ഷിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് ഡീസന്റ് ആയിട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് ആ ദൈവമുള്ളത് തന്നെയാണ് ഈ സമൂഹത്തിന് നല്ലത്. അവരാ ദൈവത്തിൽ വിശ്വസിച്ചില്ലേ നമുക്കൊക്കെ വലിയ ശല്യമായി പോയേനെ അവരെല്ലാം. ശരിയല്ലേ? പിന്നെ അത് മാത്രമല്ല, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എത്ര മതത്തിൽ എത്ര മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലും ഒരു മനുഷ്യന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മൂല്യബോധമുള്ള ഒരു മനുഷ്യന് അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് തന്നെയാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. നമുക്ക് കിട്ടിയ ഒരു മൂല്യബോധം, അതാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാനം. നിങ്ങൾക്ക് നമുക്കറിയാമല്ലോ, സമൂഹത്തിൽ തന്നെ പലതരം മൂല്യബോധമുണ്ട്. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്താ അറിയോ? ചിലരുടെ മൂല്യബോധം സൃഷ്ടിച്ചത് മതങ്ങളാണ്. ചിലർക്ക് ഈ മതം ഇല്ലെങ്കിലും മൂല്യബോധം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മതവിശ്വാസം ഇല്ലാത്ത നാടുകളുണ്ട്, മനുഷ്യരുണ്ട്, അവർക്കൊന്നും മൂല്യബോധം ഇല്ലേ? ഏറ്റവും തീവ്രമായ മതപ്രവർത്തനങ്ങൾ ഇല്ലാത്ത സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഞാൻ ഉദാഹരണം പറയാ, ആ രാജ്യങ്ങളിൽ ചെന്നാൽ മുമ്പേ നമ്മൾ പറഞ്ഞ നിങ്ങളുടെ തൊട്ടടുത്ത അയൽക്കാരനെ, നിങ്ങളുടെ സഹജീവിയെ ദ്രോഹിക്കരുതെന്ന് ഏറ്റവും അധികം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവരാണ്. അവിടെ ഒരു അന്യന് ശല്യമുണ്ടാക്കുന്ന ഒരു ശബ്ദം പോലും പുറത്ത് കേൾക്കാൻ പാടില്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എൻ്റെ വീട്ടിലെ ശബ്ദം എൻ്റെ മതിലിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എൻ്റെ വീട്ടിൽ പാചകം ചെയ്താൽ മീൻ പൊരിച്ചതിൻ്റെ സ്മെല്ല് അപ്പുറത്തെ വീട്ടുകാരന് ശരിയാണെങ്കിൽ അത് പാടില്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹങ്ങളാണ് അവിടെ. അത്രയും സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ജനസമൂഹമാണ് അവിടെ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ധാരാളം മലയാളികൾ ചോദിച്ചറിയാം. അവിടെ മറ്റൊരു മനുഷ്യൻ ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല. എല്ലാവരെയും സഹായിച്ചോളണമെന്നില്ല. പക്ഷെ ഏറ്റവും മിനിമം നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ? ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. അത് തീവ്രമായ മതചിന്തകളുള്ള പലയിടത്തുമാണ് ഈ ഉപദ്രവം കൂടുതലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മൂല്യബോധം തരുന്ന ഏജൻസികളിൽ ചിലത് കുടുംബമാണ്. ബഹുഭൂരിപക്ഷം പേര്, ഞാനൊക്കെ രൂപപ്പെട്ടത് എൻ്റെ കുടുംബത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വേദോട ക്ലാസ്സിൽ നിന്നല്ല, വേദോട ക്ലാസ്സിൽ നിന്നൊന്നുമല്ല. കൊല്ലരുതെന്ന് വേദോടം പഠിച്ചിട്ട് വേണോ എനിക്ക് അറിയാൻ? വ്യഭിചാരം ചെയ്യരുതെന്ന് എന്നെ മതം പഠിപ്പിച്ചിട്ട് വേണോ എനിക്ക് മനസ്സിലാക്കാൻ? വേണോ? മോഷ്ടിക്കരുത് എന്നുള്ളത് പഠിക്കാൻ ഒരു മതം വേണോ പറയാൻ? ഞാൻ ഇതൊക്കെ സാമാന്യബോധമുള്ള കുടുംബത്തിൽ മാതാപിതാക്കൾ മര്യാദയ്ക്ക് വളർത്തി, അല്ലെങ്കിൽ ഒരു സമൂഹം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും നമ്മൾ തന്നെ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചിന്തിച്ചാൽ ഒരു ഉത്തരം കിട്ടിയില്ലേ? ഞാൻ ഏതാണ് ഇഷ്ടപ്പെടുന്നത്? മോഷ്ടിക്കുന്ന ഒരാളാണോ മോഷ്ടിക്കാത്ത ഒരാളാണോ? ഞാൻ ഇഷ്ടപ്പെടുന്നത് വ്യഭിചരിക്കുന്ന ഒരാളാണോ വ്യഭിചരിക്കാത്ത ഒരാളാണോ? ഞാൻ ഇഷ്ടപ്പെടുന്ന കൊലപാതകയാണോ കൊലപാതകം ചെയ്യാത്ത ഒരാളാണോ? ഇത് മാത്രം ചിന്തിച്ചാൽ എനിക്ക് ഉത്തരവില്ലേ ഞാൻ എങ്ങനെയാവണമെന്ന്? ഇല്ലേ? അതാണല്ലോ ഈ മൂല്യബോധം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയല്ലേ മതം പഠിപ്പിക്കുന്നത്? ഈ മതം പഠിപ്പിച്ച് ഏതെങ്കിലും കാര്യം മനുഷ്യൻ അറിയാത്ത കാര്യമായിരുന്നോ? എനിക്ക് എന്റെ ചിന്ത അല്ല, എന്റെ ചോദ്യം ഇതാണ്, മതം പഠിപ്പിച്ച് ഏതെങ്കിലും കാര്യം മനുഷ്യരാശിക്ക് അറിയത്തില്ലാത്ത കാര്യമായിരുന്നോ? അല്ലാന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഈ മതങ്ങൾ ഉണ്ടായി വരുന്നതാണല്ലോ. അപ്പം ആരെങ്കിലും ഒരാൾ നല്ല കാര്യം പറഞ്ഞു കേട്ട് അത് 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 കൊള്ളാമെന്ന് തോന്നുമ്പോ അതൊരു മതമായി. പറഞ്ഞത് അതിനു മുമ്പ് അതുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കൊലപാതകം തെറ്റാണെന്ന് ഇപ്പം ബൈബിളിൽ തന്നെ പറഞ്ഞാല് പുതിയ നിയമം വരുന്നതിന് മുമ്പ് പഴയ നിയമമുണ്ട്. ഈ പഴയ നിയമത്തിലും ഈ പറഞ്ഞ മോശയ്ക്ക് 10 കൽപ്പനകൾ കൊടുത്തല്ലോ. അതിനുശേഷം യേശുക്രിസ്തുവും അതേ 10 കൽപ്പനകളെ നവീകരിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത് അതൊക്കെ ആ സമൂഹത്തില് അന്നത്തെ മനുഷ്യര് ഡീസന്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി കൊടുത്ത നിബന്ധനകളാണ്. അതിനർത്ഥം അന്ന് അതിന് വിരുദ്ധമായ അവിടെ ജീവിതം പലപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് അതിലെ സംഭവങ്ങളും കഥകളും എല്ലാം ആ പറഞ്ഞിരിക്കുന്ന മട്ടിൽ തന്നെ എല്ലാം നടന്നു എന്നൊന്നും കരുതുന്നില്ല. എങ്കിൽ പോലും ചരിത്രത്തിലെ കുറെ സംഭവങ്ങളൊക്കെ അതുമായിട്ട് ചേർന്ന് പോയിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് മഹാഭാരതത്തിലെ പല സംഭവങ്ങളും നടന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിനകത്തെ കുറെ കഥാപാത്രങ്ങളും കുറെ ജീവിതങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. കുറെയൊക്കെ ഫിക്ഷനും ആയിരുന്നിരിക്കാം. എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ ഗ്രന്ഥങ്ങളിലെയും ഈ പുരാതന കഥകളിലെയും ഗ്രന്ഥങ്ങളിലെയും ഐതിഹ്യങ്ങളിലെയും മതഗ്രന്ഥങ്ങളിലെയും ഒക്കെ കാര്യങ്ങൾ സംഭവങ്ങൾ പറയുന്നത് എല്ലാം കൃത്യം അത് തന്നെയായി ആരും എഴുതി വെച്ചിട്ടില്ല.
ഒന്ന് ബൈബിൾ യേശുക്രിസ്തുവിന്റെ ജീവിതം തന്നെ എഴുതി ഇവർക്ക് ജീവിച്ച് നടക്കുന്ന കാലത്ത് ഇവരാരും എഴുതി വെക്കുന്നുണ്ടോ? 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് കോഡിഫൈ ചെയ്യുന്നത്. അതാ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ആ ദിവസം രാവിലെ നടന്നു പോകുമ്പോൾ നെൽക്കതിരൊരെണ്ണം അല്ലെ ഗോതമ്പ് ഒരെണ്ണം പറിച്ചെടുത്ത് കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞുള്ള ഒരാൾക്ക് എഴുതണമെങ്കിൽ കുറച്ച് ഭാവനയൊക്കെ അതിനകത്ത് കയറിയിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോ ഈ അയാൾ തന്നെ എഴുതി കൊടുത്താലും ചിലപ്പോൾ അക്ഷരത്തെറ്റ് വരും. അല്ല, അയാൾ ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഡയറി ഒരാഴ്ച കഴിഞ്ഞിട്ട് എഴുതിയാൽ പോലും അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കില്ല. ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ എന്റെ ഓരോ ദിവസത്തെ ഡയറി കുറിപ്പ് എഴുതുന്നെങ്കിൽ പോലും പറ്റില്ല. ഇപ്പൊ സഞ്ചാരി ഡയറി കുറിപ്പ് എന്ന പരിപാടി ഞാൻ ചെയ്യുന്നത് പോലും അന്ന് പോയ യാത്രയുടെ സ്ക്രിപ്റ്റും ഉൾപ്പെടെയുള്ള വീണ്ടും എടുത്ത് വായിച്ചിട്ട് ആ വിഷ്വൽസ് മുഴുവൻ കണ്ടിട്ട് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം മുഴുവൻ വായിച്ചു നോക്കിയിട്ട് ഒരു 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 5 മണിക്കൂർ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞാൻ സഞ്ചാരി ഡയറി കുറിപ്പ് ഷൂട്ട് ചെയ്യാൻ പോയിരിക്കുന്നത്. അപ്പൊ എന്നേക്കാൾ വലിയ ആളുകളാണ് ബാക്കിയുള്ളവരെന്ന് ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് അത്ര കഴിവുള്ള ആളല്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് നമ്മളൊരു സാധാരണ രീതി ചിന്തിക്കുമ്പോൾ പോലും ഇത് എഴുതി വെക്കുകയും എഴുതി വെച്ചതെല്ലാം അതുപടി അദ്ദേഹം ആരാണോ ആ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർ പറഞ്ഞത് തന്നെ ആവണം എന്നൊന്നും നിർബന്ധമില്ല. അതിലൊക്കെ പല കാലഘട്ടങ്ങളിൽ ഡൈല്യൂഷൻ വന്നിട്ടുണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഈ സിസ്റ്റം ഇവോൾവ് ചെയ്തു വന്നത്. അതോ നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് 10-50 കൊല്ലമാണെന്ന് ഓർക്കണം. അപ്പൊ നമ്മുടെ ഒരു ബാല്യകാലത്തെ പല കാര്യങ്ങൾ പോലും നമുക്ക് ഓർമ്മയില്ലെങ്കിൽ 500 കൊല്ലം മുമ്പ് ഉള്ള ഒരു സാധനം എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? 1000 കൊല്ലം മുമ്പത്തെ അപ്പൊ എത്ര 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 വ്യത്യസ്തവും വിചിത്രവുമായിരിക്കും ജീവിതങ്ങൾ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെയൊക്കെ ഒരു കഥകളായി കാണുന്നതിൽ തെറ്റുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ കാണാൻ പറ്റും. എനിക്കങ്ങനെ കാണാൻ പറ്റും. കുറെ ചരിത്രമായിട്ടും കാണാൻ പറ്റും. ചരിത്രവും കഥകളും കൂടെ ചേർന്നതാണ് ഈ പറഞ്ഞതെല്ലാം. കുറച്ച് ചരിത്രം ഉണ്ടാവാം. കാരണം ഉദാഹരണം പറഞ്ഞാൽ ആ സാഹചര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ബൈബിളിനെ ചേർത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ മതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു പ്രതിരോധത്തിലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അത്രയും പാണ്ഡിത്യം എനിക്കില്ലതാനും. ബൈബിളിനെ കുറിച്ചാണെങ്കിൽ എനിക്ക് അത്യാവശ്യം അറിയാം. കാരണം നമ്മൾ ജനിച്ചു വളർന്ന ഒരു സമുദായം അതാണ്. പള്ളിയിലും പള്ളിക്കൂടത്തിലൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വിഷയം അതായത്. പിന്നെ മാത്രമല്ല ഈ തല്ലാൻ വരുന്നവർക്ക് സ്വന്തക്കാരാവുന്നതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു സുഖമുണ്ടല്ലോ. അപ്പോ ഈ ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും ചരിത്രത്തിൽ ബന്ധമുണ്ട്. ഉദാഹരണത്തിന് യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലുന്ന സമയത്തെ ഭരണാധികാരി, റോമൻ ഭരണാധികാരി ആരായിരുന്നുള്ള ചരിത്രമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് അവിടുത്തെ റോമൻ ഗവർണർ ആരായിരുന്നൊക്കെ പറയുന്നത് മാച്ചാവുന്നുണ്ട്. അത് ചരിത്രത്തിലും ഏതാണ്ട് പറയുന്ന അതേ ആളുകളാണ്. എന്നാൽ ഇതിനകത്ത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും മുഴുവൻ അത് തന്നെയാണോ പറഞ്ഞതെന്നുള്ളത് വേണമെങ്കിൽ ഒരാൾക്ക് ഇതിൽ പോലും ചിലപ്പോൾ ഞാൻ നർക്കിക്കും. എന്താന്ന് വെച്ചാൽ ബൈബിൾ വായിച്ചാല് അഗസ്റ്റസ് സീസറിന്റെ കാലത്തായിരുന്നല്ലോ സെൻസസ്. ജൂയിഷ് ഇവരുടെ അമ്പലം പൊളിക്കുന്നത് AD 40 ആ സമയത്താണ് ശരിക്കും. അപ്പം AD 40 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഈ ശരിക്കും ഇതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കുന്ന പലരും ഒരു 40 വർഷത്തെ ഒരു ഷിഫ്റ്റ് നമ്മൾ ശ്രദ്ധിക്കും. അല്ല, അതിനകത്തെ കാര്യം ചരിത്രം തെറ്റിപ്പോയതല്ലത്. ഈ കഥ അതിലേക്ക് ക്ലബ് ചെയ്തപ്പോൾ ഉണ്ടായ തെറ്റല്ല. മനസ്സിലായില്ലേ? ചരിത്രം തെറ്റാറില്ല. ചരിത്രമാണെങ്കിൽ ചരിത്രവും കഥയും നമ്മൾ വ്യത്യാസമാണല്ലോ. ചരിത്രം തെറ്റി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചരിത്രം ശരിയായിരിക്കും. കാരണം ചരിത്രം 1 കഴിഞ്ഞേ 2 വരുള്ളൂ, 2 കഴിഞ്ഞേ 3 വരുള്ളൂ. ചരിത്രത്തിൽ അങ്ങനെയാണ് അതിന്റെ ക്രമം വരേണ്ടത്. അതിനാണ് ചരിത്രം എന്ന് പറയുന്നത്. എന്നാൽ അതിലേക്ക് കഥ കൊണ്ടൊന്ന് ക്ലബ് ചെയ്യുമ്പോൾ ചിലപ്പം നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതുമ്പോഴൊക്കെ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് കുറെ ഭാഗം ചരിത്രമുണ്ട്, കുറെ ഫിക്ഷനും ഉണ്ട്. ഫിക്ഷൻ അല്ല, മീൻസ് സാഹിത്യം പോലെ അതിനകത്ത് പലതും എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും ഇതൊക്കെ ബ്രില്യന്റ് വർക്കുകളാണെന്നുള്ള സംശയമൊന്നുമില്ലല്ലോ. ഒരു സംശയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒരു കോടാനുകൂടി മനുഷ്യരെ പിടിച്ചു നിർത്തുന്നത്. അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് ആ സാഹിത്യമോ ആ ചരിത്രമോ അല്ലെങ്കിൽ ആ രേഖകളോ മാറിക്കഴിഞ്ഞു. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അത് മനുഷ്യരെ നന്മയിൽ ജീവിക്കാൻ, മനുഷ്യരെ ഉപദ്രവിക്കാതെ മനുഷ്യർക്ക് നല്ലത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു തെറ്റുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് പക്ഷേ അത് വേണമെന്നില്ല മര്യാദയ്ക്ക് ജീവിക്കാൻ. ഇത് ഇപ്പോൾ കുറച്ച് ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ റീസെൻ്റ്ലി കുറച്ച് ട്രോളുകളൊക്കെ കണ്ടു. അപ്പം സന്തോഷ് ജോർജ് കുളങ്ങര പണ്ട് വളരെ പ്രതിസന്ധിയിലൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെ തിരിച്ചു പറയുന്നു. അപ്പൊ പൊതുവെ ഈ ഒരു നിലയിലൊക്കെ എത്തിയ ശേഷം എന്താണ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് പ്രതിസന്ധി ഘട്ടമൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതാണ്. അതാ ഞാൻ പറഞ്ഞു, ഇത് കേട്ട് കഴിവാണ്. ഞാൻ
പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാത്ത ആളാണെന്നാണ് ഈ ട്രോൾ ഉണ്ടാക്കിയ ആൾ വിശ്വസിച്ചെന്നുള്ളതാണ് പ്രശ്നം. ഞാൻ എൻ്റെ ബാല്യകാലം മുതൽ, എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഇന്ന് വരെ ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന ആളാണ്. അതിനകത്ത് ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഈ കഴിഞ്ഞ ഞായറാഴ്ച കൂടെ ഞാൻ പള്ളിയിൽ പോയ ആളാ. മരങ്ങാട്ടുപള്ളിക്കാർക്ക് ആരോട് ചോദിച്ചാലും പറയും. എനിക്ക് തോന്നുന്നത് ഈ പഞ്ചായത്തിലെ ഏറ്റവും എന്താണ് പള്ളിയിൽ പോയി ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ, അത് പല കാരണങ്ങളുണ്ട്. ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. ആ ഞായറാഴ്ച ഞാൻ കേരളത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മരങ്ങാട്ടുപള്ളിയിലുണ്ടെങ്കിൽ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ടാവും. പല കാരണങ്ങളും. ഒന്ന്, ആ പള്ളിയിൽ ആണ് ഞായറാഴ്ച എൻ്റെ ഗ്രാമത്തിലെ ആളുകളെല്ലാം വരികയും ഞങ്ങൾ ഒത്തുചേരുകയും ചെയ്യുന്ന എൻ്റെ ഒരു സോഷ്യലൈസേഷൻ അവിടെയാണ്. ഒന്ന്, എൻ്റെ സമൂഹം. രണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈശ്വരവിശ്വാസി അല്ലെന്ന് തെറ്റായ ധാരണയാണ്. എനിക്ക് ഈശ്വരനെ കുറിച്ചൊരു ധാരണയുണ്ട്. അദ്ദേഹം നിങ്ങളുടെ ഈശ്വരൻ ചെയ്യുന്ന വികൃതി എല്ലാം കാണിക്കുന്ന ഈശ്വരനല്ല. നിങ്ങളെ കുറച്ചുകൂടെ മാന്യൻ മാത്രമല്ല, നല്ല ബോധമുള്ള, ശാസ്ത്രബോധമുള്ള ഒരാളുണ്ട് എൻ്റെ ദൈവം. മനസ്സിലായില്ലേ? ആ ദൈവത്തിന് ഭൂമി ഉരുണ്ടതാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഈ പ്രപഞ്ചത്തിന്റെ കോടാനുകോടി നക്ഷത്രങ്ങളെ കുറിച്ചും അതായത് ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനെ കുറിച്ചും അറിയാം. ആ ദൈവത്തിന് ഉള്ള കഴിവെന്താണെന്നറിയോ? സന്തോഷ് ജോർജ് കുളങ്ങര സമൂഹത്തോട് എന്തു പറയണമെന്ന് തീരുമാനിക്കുന്നത് പോലും ആ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെക്കുറിച്ച് പോലും ഞാൻ എന്ത് പറയണമെന്ന് ആ ദൈവമാണ് തീരുമാനിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ പിന്നെ ദൈവവിശ്വാസിക്ക് അതല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ദൈവവിശ്വാസിയാണ് ഞാൻ. 100% ദൈവവിശ്വാസിയാണ്. പക്ഷെ എന്റെ ദൈവവിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഞാന് നിങ്ങൾ കരുതുന്ന ദൈവങ്ങള്, ദൈവത്തിന്റെ ചപലതകള്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ദൈവത്തിന്റെ പടം ഒരു പള്ളി നമ്മൾ കാണുകയാണെങ്കിൽ, പള്ളികളിലാണെങ്കിൽ പിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ നരച്ച താടിയും നരച്ച മുടിയൊക്കെ ഉള്ള ഒരു കക്ഷിയല്ലേ പലയിടത്തും പരിശോധിച്ചിരുന്നത്. ഇപ്പോഴല്ല, എന്റെ ബാല്യകാലത്തൊക്കെ അങ്ങനെയാ. മിനിമം ഈ ചെറുപ്പക്കാരനായ ജീസസ് ക്രൈസ്റ്റിന്റെ ഫാദറാണല്ലോ. അപ്പൊ ദൈവത്തിന് നരച്ച താടി ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും വയസ്സായതായിരിക്കുമല്ലോ. അപ്പൊ കുറച്ചു കാലം കൂടെ കഴിയുമ്പോഴോ മരിച്ചു. ദൈവങ്ങളുടെ സങ്കല്പം പലതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്നും അല്ല എന്റെ ദൈവസങ്കല്പം. ഞാൻ പറഞ്ഞു വന്നത് അത്തരം ബാലിശമായി, അതായത് 500 കൊല്ലം മുമ്പത്തെ മനുഷ്യനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു വിശ്വസിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരെ അതിലേക്ക് കൊണ്ടുപോയിരുന്നത്. ഇന്ന് അതെല്ലാം നമ്മൾ പറയുന്നില്ല. പണ്ട് തന്നെ എൻ്റെ ബാല്യകാലത്തൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് നേരിട്ട് പോവില്ല. ഇടയ്ക്കൊരു സ്ഥലമുണ്ട്, ശുദ്ധീകരണ സ്ഥലം. ഈ ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുന്ന ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ ഭൂമിയിലുള്ള ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുർബാന അർപ്പിക്കുകയും ഒപ്പീസ് ഇല്ലുകയും പള്ളി സെമിത്തേരി പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് കുറെ വർഷങ്ങൾ കൊണ്ടേ ഇത് പോവുള്ളൂ. ഇപ്പൊ പക്ഷെ അധികം നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ടോ? അല്ല, ഇത് ഞാന് കേൾക്കാറില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ സ്വർഗം അല്ലെങ്കിൽ നരകം എന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇതുമില്ലെന്ന് പറയാതാകുന്ന ഒരു കാലം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ദൈവസങ്കല്പം എന്ന് പറയുന്നത് തന്നെ ഒരാളുടെ വളർച്ചയ്ക്കൊപ്പം അല്ലെങ്കിൽ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് മാറും. താങ്കളുടെ അത്ര മതനിഷേധിയോ തീവ്രവാദിയോ അല്ല കേട്ടോ. ഞാന് വിശ്വാസിയെ ആദരിക്കുന്ന, അവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ എല്ലാ അവകാശം ഉണ്ടെന്നും വിശ്വസിക്കുന്ന, ആ വിശ്വാസം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരുടെ ആത്മവിശ്വാസം വളർത്തുന്നതിനും അവർക്ക് തീർച്ചയായിട്ടും നല്ല മനുഷ്യനായി ജീവിക്കുന്നതിനും സഹായമാകുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ച് മുമ്പോട്ട് പോകണമെന്ന് പറയുന്ന ആളാണ്. അപ്പൊ എനിക്ക് എല്ലാ മതത്തിലുള്ള ഏറ്റവും നല്ല അയാളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ എളുപ്പം ആവുകയും സമൂഹത്തിന് അയാൾ ഒരു ലയബിലിറ്റി ആയി മാറുകയും ചെയ്യില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ബുദ്ധിയുള്ള ഒരാൾക്ക് ഈ ചൂഷണത്തിന് വിധേയനാവാതെ നിൽക്കാനുള്ള കഴിവൂടെ ഉണ്ടാവണം. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു മാനസികമായ തകർച്ച ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം. അവിടെ എന്നെ സഹായിക്കാൻ ചുറ്റുമുള്ള മനുഷ്യർ പ്രാപ്തരല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു ഘട്ടം ഉണ്ടാവില്ലേ? ഉദാഹരണത്തിന് എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ സുഹൃത്തുക്കളും എന്റെ സ്റ്റാഫും എന്റെ സഹപ്രവർത്തകരും ഒക്കെ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ അവർക്കൊന്നും പറ്റില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലല്ലേ ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നത്, അല്ലേ? അങ്ങനെ ഞാൻ ദൈവത്തെ ആശ്രയിക്കുമ്പോ എനിക്കിനി മുമ്പോട്ട് പോകാനുള്ള കരുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് തെറ്റ്? എല്ലാവരും തെറ്റില്ല. അതാണ് ഞാൻ ഈശ്വരവിശ്വാസം എന്ന് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അത് വ്യക്തിയിൽ അതാണ് പറഞ്ഞത്. അല്ലാതെ സന്തോഷ് ജോർജ് കുളങ്ങര പ്രതിസന്ധി വന്നപ്പോൾ ദൈവത്തെ വിളിച്ചല്ല. ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്ന ആളാണ്. നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ മരങ്ങാട്ടുപള്ളിയിലുണ്ടെങ്കിൽ മരങ്ങാട്ടുപള്ളി പള്ളിയിൽ ഞായറാഴ്ചകളിൽ 4 മണിയുടെ സമയത്തുണ്ടാവും. അതെല്ലാ മരങ്ങാട്ടുപള്ളിക്കാർക്കും അറിയുന്ന കാര്യം, എത്രയോ ആളുകൾ കാണുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളെ കുറിച്ചും എനിക്ക് അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഒറ്റ അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ,
മണ്ടത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ദൈവവിശ്വാസം ഇതാണ്, ദൈവം ഇതാണ്, ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ഞാനെതിരാ. അത് മാത്രമല്ലല്ലോ, അതായത് ഈ ഒരു വിശ്വാസത്തിനൊപ്പം, ആ വിശ്വാസത്തിനൊപ്പം ഒളിച്ചു കടത്തുന്ന മറ്റു പല വിശ്വാസങ്ങളും ഉണ്ടല്ലോ. ഉണ്ട്. അല്ല, വിശ്വാസം മാത്രമല്ല, പൊളിറ്റിക്സ് ഉണ്ട്, പലതരം അധാർമികതകളുണ്ട്, പലതരം പൊളിറ്റിക്സ് ആണ് പ്രധാനം. ഇതിൻ്റെയൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റവനെ വെറുക്കാൻ പഠിപ്പിക്കുമല്ലേ. വെറുക്കുക മാത്രമല്ല, നമ്മളുടെ ഒരു ശക്തി പ്രകടനമായി ഈ വിശ്വാസം മാറുമ്പോഴാണ് അത് ബാക്കിയുള്ളവർക്ക് അലോസരം ഉണ്ടാക്കുന്നത്. അത് തന്നെ നമ്മൾ ആദ്യം മുതൽ പറയുന്നത്, മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ളതാവരുത് നമ്മുടെ വിശ്വാസം. മറ്റൊരു മനുഷ്യജീവിയെയും മൃഗങ്ങളെയും പ്രകൃതിയെയും പോലും ദ്രോഹിക്കുന്നതാവരുത് നമ്മുടെ ഒരു വിശ്വാസവും. അതുപോലെ തന്നെ ഞാനൊരു നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഒത്തിരി ചർച്ച ചെയ്ത ഒരു സാധനം, അതായത് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം അത് ഞാൻ ഭൂമിയിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ അവിടെയാണോ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇവിടെ തന്നെ ഇവിടെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു കൃത്യമായ രീതിയിൽ പാഠം പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ അവിടെ പോയി പണിയില്ലല്ലോ. പിന്നെ അവിടെ പോയി അപ്പൊ നമ്മൾ ഈ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ജാമ്യം എടുക്കല. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വിശ്വാസം ഇവിടെ ചെയ്യുന്നതിന് ഇവിടെ തന്നെ കിട്ടും എന്നുള്ളതാണ്. ഇവിടെ തന്നെ കിട്ടുന്നുണ്ടല്ലോ, കിട്ടണം. അതിനാണ് ഗവൺമെന്റുകൾ ഇല്ലേ. ഇവിടെ ഒരാള് കിട്ടണം. ഗവൺമെന്റുകൾ അതാണ് ആധുനിക ജനസമൂഹം ചെയ്യുന്നത് അല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വികസിത നാടുകളിൽ മതമല്ലല്ലോ അവിടുത്തെ നിയമങ്ങൾ നടപ്പാക്കുന്നത്. ഒരുത്തൻ തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷിക്കുന്നത്, അവനെ പണിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ലത് ചെയ്താൽ റിവാർഡ് ചെയ്യുന്നത് ഒക്കെ ആധുനിക സമൂഹത്തിലെ വികസിത നാടുകൾ ചെയ്യുന്ന ഒരു കാര്യമല്ലേ അല്ലേ. സ്റ്റേറ്റിനും തീരുമാനിക്കാമായിരുന്നല്ലോ, ഒരു കാര്യം ചെയ്യോ, നീ ടാക്സ് അടച്ചാൽ അതിന്റെ പ്രതിഫലം നിനക്ക് സ്വർഗത്തിൽ കിട്ടും എന്നല്ലല്ലോ സ്റ്റേറ്റ് പഠിപ്പിക്കുന്നത്. ഈ സ്റ്റേറ്റിന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയവരൊക്കെ വിശ്വാസികളാണെങ്കിൽ എന്തുകൊണ്ട് ആ ജോലിക്ക് എന്തിനും മറ്റു പുറത്ത് മതിയല്ലോ. അതെ. പക്ഷേ ഈ നമ്മുടെ സന്തോഷ് ജോർജ് ഒരു സ്വപ്നം എന്ന് പറയുന്നത്, സ്വപ്നങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, മലയാളിയെ പഠിപ്പിച്ച, യാത്രയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, സ്വപ്നങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ഇപ്പോൾ പുതിയ സ്വപ്നങ്ങൾ കാണുന്നു, ഒരു വേറൊരു കേരളത്തെ സ്വപ്നം കാണുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇതൊക്കെ താങ്കൾക്ക് പറയേണ്ടി വരുന്നത് ആ സ്വപ്നത്തിന് ഇതൊക്കെ തടസ്സമാവുന്നതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു റീഡിങ്. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇപ്പൊ ഞാൻ തുറന്നു പറയുമ്പോഴാണ് ഞാനിങ്ങനെ പള്ളിയിലൊക്കെ പോകുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്ന ആളാണ്, ഈശ്വര വിശ്വാസിയാണെന്നൊക്കെ അറിയുന്നത് അല്ലേ. ഞാൻ അതുവരെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല അത്ര. എന്നാൽ ഇത് ആർക്കും അറിയാത്തതാണോ? എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം, എൻ്റെ ബന്ധുക്കൾക്കറിയാം, എൻ്റെ നാട്ടുകാർക്കറിയാം, ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. ഞാൻ ഈശ്വര വിശ്വാസിയായ ഒരു മനുഷ്യനാണ്. ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഒരു എന്താണ് സ്വന്തം എന്റേതായ വീക്ഷണമുണ്ട്, ഞാൻ എന്റേതായ കൃത്യമായ ധാരണകളുണ്ട്. വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം വിഴുങ്ങുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് എൻ്റെതായ ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പത്തെക്കുറിച്ച് പോലും എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ്. പക്ഷെ ആ വിശ്വാസം എനിക്കിഷ്ടമാണ്. അതെനിക്ക് ഒരു എൻ്റെ ഡിസിഷൻസ് എടുക്കുമ്പോൾ, യുക്തിബോധത്തോടെ പല കാര്യങ്ങളെയും തീരുമാനിക്കുമ്പോൾ, എനിക്ക് വലിയ ആത്മസംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്കൊരു താങ്ങാണ്, എനിക്കൊരു ശക്തിയാണെങ്കിൽ അത് ഞാൻ വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ അതിനകത്ത്. അതുകൊണ്ട് വേറെ ആർക്കും ഒരു ദോഷം ഉണ്ടാകുന്നില്ലല്ലോ. ഞാൻ ഏതെങ്കിലും ഒരു സാമൂഹ്യ ദ്രോഹപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഞാൻ നടത്താൻ ആഗ്രഹിക്കാത്ത ആളാണ്. സമൂഹത്തെ ഇന്നത്തെ ഒരു മുമ്പോട്ട് വന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല. പുതിയ തലമുറയും വരാനിരിക്കുന്ന തലമുറകളുടെയും ഒരു ലോകത്ത് മനുഷ്യരാശി മുന്നോട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നതെന്നും പുരോഗതിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നതെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് പല പോരായ്മകളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും ശാസ്ത്രം കൊണ്ടും ടെക്നോളജി കൊണ്ടും മനുഷ്യന്റെ അധ്വാനം കൊണ്ടും പരിഹരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചു എന്ന് പറയുന്നു. നശിപ്പിച്ച ആ പ്രകൃതിയെ നിങ്ങൾ ഒരു 100 വർഷം നിങ്ങൾ തൊടാതെ അങ്ങ് വെറുതെ ഇട്ടെ, അവൻ തിരിച്ചു പഴയപടിയാവില്ലേ? അത്രേ ഉള്ളു കാര്യം. ലോക ചരിത്രത്തിൽ 100 വർഷം വല്ല വലിയ കാര്യമല്ലോ ആണോ? അല്ല, അത്രയും കാലം നമ്മൾ ഉണ്ടാവുമെന്നുള്ളത് മാത്രമേ. അതാ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കൊന്നും നശിപ്പിക്കാനൊന്നും പറ്റില്ല ഇവിടെ. ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ മാലിന്യം പോലും ചിലപ്പോൾ 1000 കൊല്ലം കഴിയുമ്പോൾ അതൊക്കെ ലയിച്ചു പോയേക്കാം, നമ്മൾ ഇനി ഇടാതിരുന്നാൽ. അപ്പം
ഒരിക്കലും നശിക്കാത്തതായ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അപ്പോൾ പഴയ പട്ടിലേക്ക് പ്രപഞ്ചത്തെ പോലും തിരിച്ചു കൊണ്ടുവരാൻ മനുഷ്യനും ശാസ്ത്രത്തിനും ടെക്നോളജിക്കും പറ്റും, അല്ലെങ്കിൽ പ്രകൃതിക്ക് തന്നെ പറ്റും. പ്രകൃതി തന്നെ തിരിച്ചാക്കും, ഇല്ലേ? അല്ല, പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രകൃതിയെ രക്ഷിക്കാനല്ലോ, അതായത് നമുക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടി. അത് തന്നെയാണ്. മനുഷ്യന്, മൃഗങ്ങൾക്ക്, ഈ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ഇന്നലെ വരെ ജീവിച്ചത് അതുപോലെ തുടർന്നും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. പക്ഷെ അവിടെയാണ് ശാസ്ത്രം കുറേയും കൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും കൂടെ ചേർന്ന ഒരു സംവിധാനത്തിന് നമ്മൾ ഈ ഡിഫൈൻ ചെയ്തതൊന്നും ആയിരിക്കില്ല അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ആവശ്യം വരിക എന്നുള്ളതാണ് അതിനകത്തെ മറ്റൊരു വസ്തുത. തീർച്ചയായിട്ടും അത് ഇനി നമ്മൾ മുമ്പോട്ടുള്ള സാങ്കേതിക വിദ്യകൾ എന്തായിരിക്കുമെന്ന് നമുക്ക് നേരത്തെയൊക്കെ ഏകദേശമൊക്കെ ഒരു രൂപം ഉണ്ടായിരുന്നെങ്കിലും ഇനി അങ്ങോട്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വേഗത്തിലോട്ടാണ് ശാസ്ത്രം. അതെ. കാരണം കഴിഞ്ഞ 100 വർഷം 2000 ആണ്ട് വരെ ഉണ്ടായ ഒരു വളർച്ച, അതായത് 1900 മുതൽ 2000 ആണ്ട് വരെ ഉണ്ടായ ശാസ്ത്ര വളർച്ച അതിൻ്റെ എത്രയോ മടങ്ങ് മുന്നോട്ട് അതിവേഗം ഈ കഴിഞ്ഞ 25 വർഷം കൊണ്ട് പോയി കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള ഈ 25 വർഷം കൊണ്ടുണ്ടായ മാറ്റം അടുത്ത 5 വർഷം കൊണ്ടുണ്ടാവും. ടെക്നോളജി ഏത് തരത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, ഏതെല്ലാം മേഖലയിൽ. ഒന്നാലോചിക്കുക, മെഡിക്കൽ സയൻസിൽ പോലും നോക്കൂ. മെഡിക്കൽ സയൻസിൽ പോലും നമ്മൾ ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിട്ട പലതിനെയും മറികടന്നു കഴിഞ്ഞു, അല്ലേ? അപ്പം എന്നാൽ ഇനിയും നമുക്ക് വെല്ലുവിളികൾ ഉണ്ട്. ഈ വെല്ലുവിളികൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഗ്രഹം വിട്ട് മറ്റ് ഗ്രഹങ്ങളിൽ ചെന്ന് റിസോഴ്സസ് കണ്ടെത്തേണ്ടി വരും. ഇപ്പം നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന മരുന്നുകളും നമുക്ക് തരുന്ന ഗുളികകളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ റിസോഴ്സസ് വെച്ചുണ്ടാക്കിയതാ. ഭൂമിയിലുള്ള മൂലകങ്ങൾ മാത്രം വെച്ചുണ്ടാക്കിയതോ അല്ലെ ഭൂമിയിലുള്ള സാധ്യതകൾ വെച്ചുണ്ടാക്കിയതാ. മറ്റ് ഗ്രഹങ്ങളിൽ ഇപ്പം ഞാനൊരു ഒരു വെറുതെ ഒരു ചിന്തയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ സൗരയൂഥത്തിലെയോ അതിന് പുറത്തുള്ള മറ്റൊരു ഗ്രഹത്തിലുള്ള ഒരു മൂലകം, അതിൻ്റെ 1 ഗ്രാം നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും ആ ക്യാൻസറിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് അത്ര സിമ്പിളായിട്ടായിരിക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നമുക്കിവിടെ ഭൂമിയിലുള്ള പലതും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സങ്കല്പിക്കുന്നുള്ളൂ, നമ്മുടെ വീക്ഷണങ്ങളെല്ലാം പോകുന്നുള്ളൂ. അതാണ് ഈ ബഹിരാകാശ യാത്രകൾ, ബഹിരാകാശത്തിൽ അപ്പുറത്തേക്കുള്ള ചിന്തകളൊക്കെ മനുഷ്യന് വരുന്നത്. അവിടെ ഞാൻ ഈ പറഞ്ഞത് നമ്മളൊരു 100 കൊല്ലം മുമ്പത്തെയോ 150 കൊല്ലത്തെയോ നമ്മുടെ മരങ്ങാട്ടുള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാമത്തിലെ ഒരു സാധാരണക്കാരൻ ചിന്തിച്ച ചിന്തയും കൊണ്ട് ഇന്നും തുടർന്നിരുന്നെങ്കിൽ നമ്മൾ എവിടെ എത്തിയേനെ? എത്തുമായിരുന്നില്ല. അപ്പൊ ചില കാര്യങ്ങളിൽ മാത്രം നമ്മൾ ആ 100 കൊല്ലം മുമ്പത്തെ മരങ്ങാട്ടുള്ളിക്കാരന്റെ ചിന്തയും അതിൽ വാശി പിടിക്കുകയും അതിന് വിരുദ്ധമായി പറയുന്നവരെല്ലാം പ്രശ്നക്കാരനാണെന്ന് പ്രഖ്യാപിക്കുകയും അവരെല്ലാം നിഷേധിയായിട്ട് കാണുകയും, എന്നാൽ ഈ മാറ്റത്തിന്റെ ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റായ വാട്സപ്പിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും എല്ലാ സാധ്യതകളും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യണം. എന്നാ പക്ഷേ അതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് മനസ്സിലായത്, ഇതൊക്കെ ഉപേക്ഷിച്ചാൽ വീട്ടിൽ ഭാര്യയോട് കുറച്ച് മാന്യമായിട്ട് പെരുമാറേണ്ടി വരും. കാരണം അവർ കുറച്ചുകൂടെ തുല്യത കൊടുക്കേണ്ടി വരും. സമൂഹത്തിൽ താഴെ നിൽക്കുന്നവരോട് കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറേണ്ടി വരും. അല്ല, ഇതിനകത്തെ കാര്യം അതൊക്കെ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞല്ലോ. ഇനി അത് ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എനിക്കോ താങ്കൾക്കോ ചിലപ്പം ഭാര്യയോട് പണ്ട് പെരുമാറുന്ന പോലെ തുടർന്ന് പെരുമാറാൻ പറ്റിയേക്കാം. നമ്മുടെ മക്കൾക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അവർക്കൊക്കെ പെണ്ണ് കിട്ടുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതാണ് പ്രശ്നം. അതന്നെയാണ് ഈ പറഞ്ഞത്. അപ്പൊ അവിടെ കല്യാണത്തിന് മുമ്പ് വ്യവസ്ഥകൾ ഉണ്ടാവും. ഇനി മനസ്സിലായില്ലേ? വ്യവസ്ഥകളുണ്ടാവും. നിന്റെ തുണി നീ തന്നെ അലക്കിക്കോണം, അങ്ങനെയുണ്ടെ ഞാൻ നിന്നെ കെട്ടാം എന്ന് പെൺകുട്ടി പറയുന്ന ഒരു കാലം വരും. കാലമായി, ഇപ്പൊ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ തുല്യത എന്നൊക്കെ പറയുന്ന സാധനത്തിന് വേണ്ടി ഇനി പഴയ നൂറ്റാണ്ടിലേക്കൊന്നും പോകണ്ട. അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇത് മാറിയത് അറിയാത്ത കുറച്ചാളുകളേ ഉള്ളൂ, കുറച്ചാളുകളുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചില കാര്യങ്ങളിൽ നമ്മളെ തളച്ചിടേണ്ടത് ചില സംവിധാനങ്ങളുടെ ആവശ്യമാണ്. ഇപ്പോ നല്ല എയർ കണ്ടീഷൻഡ് ബസ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് എല്ലാ ദിവസവും ഓരോ മണിക്കൂറുകൾ ഇട്ട് ഓടുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോലുള്ള ഏറ്റവും മികച്ച ഗതാഗത സംവിധാനങ്ങൾ, നല്ല എക്സ്പ്രസ് ഹൈവേ അല്ലെങ്കിൽ 6 വരിപ്പാത, അതിലൂടെ ഇങ്ങനെ പാഞ്ഞു പോകുന്ന 120 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന എയർ കണ്ടീഷൻഡ് കോച്ചുകൾ നല്ല ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു വശം ഉണ്ടായിരിക്കുകയും, നമ്മുടെ പഴയ KSRTC ബസ് ഇതേ റൂട്ടിൽ ഇതേ വാഹനങ്ങൾ, അവരുടെ ട്രഡീഷണൽ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ
KSRTC എപ്പോഴും പ്രഖ്യാപിക്കുന്നതും പറയുന്നതും KSRTC ആണ് ഏറ്റവും ബെസ്റ്റ് എന്നും ഇതിൽ വേണം എല്ലാവരും കയറാനെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതല്ല, ഞങ്ങൾ പഴഞ്ചനായിപ്പോയി അതുകൊണ്ട് നിങ്ങൾ മറ്റേ ബസ്സിൽ പൊക്കോന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനം പൂട്ടില്ലേ? അവരുടെ ജോലി പോകും, അവരുടെ ജോലി പോകും. അപ്പൊ ഇതാണ് പ്രശ്നം. അപ്പൊ ഞാൻ എന്ത് വിശ്വസിക്കുന്നോ അത് എന്നെ അതിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത് ആ സംവിധാനത്തിന്റെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ആ സംവിധാനം എന്ന് പറയുന്ന വലിയൊരു എക്കോണമി ഉണ്ട്, അതിന് ഒരു വലിയൊരു സാമ്പത്തിക പ്രസ്ഥാനമാണത്. അതിന് സാമ്പത്തികവും പൊളിറ്റിക്കലുമായിട്ടുള്ള ഒത്തിരി മാനങ്ങളുണ്ട്. അതിന് ഉപജീവിച്ച് കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ ആവശ്യമാണ് ആ സിസ്റ്റത്തിൽ നിന്ന് KSRTC ഒരാളെയും കസ്റ്റമർ എത്ര നല്ല പുതിയ സംവിധാനം വന്നതിലേക്ക് നഷ്ടപ്പെടരുത് എന്ന് KSRTCക്ക് എത്ര ആഗ്രഹമുണ്ടോ അതുപോലെ തന്നെ ആഗ്രഹമുണ്ട് എത്ര പുതിയ സംവിധാനം വന്നാലും ആധുനിക ചിന്തകൾ വന്നാലും ഇവരൊന്നും അതിലേക്ക് പോകരുതെന്ന്. അത് മനസ്സിലാക്കാൻ ബോധമുള്ളവർ അതെ നോക്കി കണ്ടു നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഇതുവരെ നമ്മൾ മൂല്യങ്ങളെ പറ്റി സംസാരിച്ചു. നമുക്കിനി ഈ തുല്യതയെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടും സമൂഹത്തെ പറ്റി സംസാരിക്കുന്നത് കൊണ്ടും നമുക്കിനി കുറച്ച് രാഷ്ട്രീയ ചിന്തകളെ പറ്റി സംസാരിക്കാം. ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ നേതാവ് ആര് എന്നുള്ളതാണ്. ആ നേതാവിൻ്റെ വീക്ഷണം എന്തെന്നുള്ളതാണ്. ആ നേതാവിനും ആ നേതൃത്വത്തിനും കൃത്യമായ കേരളത്തിലെ ഓരോ വിഭാഗത്തെക്കുറിച്ചും ഓരോ വകുപ്പിനെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ സെക്ടറിനെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടാണ്. എഡ്യൂക്കേഷൻ, നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ എന്തൊക്കെ ശേഷികളും കഴിവുകളും അല്ലെങ്കിൽ എന്തിനാണ് ഈ വിദ്യാഭ്യാസം, അതിനെക്കുറിച്ചൊരു ബോധം വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ടെങ്കിൽ, കാരണം എനിക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ഇന്ന കമ്മ്യൂണിറ്റിയെ പ്ലീസ് ചെയ്താൽ എനിക്ക് ഇത്ര വോട്ട്, അത് ഈസി മണി എന്ന് പറഞ്ഞ പോലെയാണത്, ഈസി ആയിട്ടുള്ള പണിയാണ് അത്. ഇപ്പോൾ എനിക്ക് ഇന്ന കമ്മ്യൂണിറ്റിയെ മൊത്തമായിട്ട് അങ്ങ് സുഖിപ്പിച്ചാൽ ഇത്ര വോട്ട് കിട്ടുമെങ്കിൽ പിന്നെ ഓരോ വീട്ടിലും കയറി വോട്ട് മേടിക്കണ്ട. അപ്പം പണി എളുപ്പമാണ്. എൻ്റെ ആശയം പറഞ്ഞിട്ട് വോട്ട് മേടിക്കണ്ട, എൻ്റെ വിഷൻ പറഞ്ഞിട്ട് വോട്ട് മേടിക്കണ്ട, ഭാവി കേരളത്തിലേക്ക് നടപ്പാക്കാനുള്ള പദ്ധതികളും സ്വപ്നങ്ങളും പറഞ്ഞിട്ട് എനിക്ക് വോട്ട് മേടിക്കണ്ട. ഞാനൊരു സത്യം പറയാം, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാകട്ടെ, മുഖ്യമന്ത്രിയാവട്ടെ, ഇവിടുത്തെ മന്ത്രിമാരാവട്ടെ, BJPയുടെ പല നേതാക്കന്മാരും ആവട്ടെ, നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ നമ്മൾ ഈ പറയുന്ന അഭിപ്രായം തന്നെയാണ് അവരുടെയും. ഞാൻ അവരോടൊക്കെ അടുത്തിങ്ങനെ സംസാരിക്കുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ പുരോഗമനപരമായ ചിന്ത തന്നെയാണ് ഇവരുടെ മനസ്സിൽ. പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരു നിയോജകമണ്ഡലത്തിലെ ഒരു നല്ല കാൻഡിഡേറ്റിനെ മത്സരിക്കണമെങ്കിൽ എത്ര കോടി വേണമെന്നറിയോ? 25 കേട്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ 20 നിയോജകമണ്ഡലത്തിലെ കാൻഡിഡേറ്റ്സിനെ മത്സരിപ്പിക്കണമെങ്കിൽ എത്ര കോടി രൂപ വേണം? ഇതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഒരു വ്യവസായം നടത്തി അത്രയും പൈസ വരുമാനം ഉണ്ടായത്? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ബക്കറ്റ് പിരിവിലൂടെ അത്രയും പൈസ ഇവിടെ കിട്ടുന്നത്? ഒരു അസംബ്ലി ഇലക്ഷനും ഒരു പഞ്ചായത്ത് ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനോടെ കഴിയുമ്പോൾ ഒരു 5 വർഷത്തിൽ എത്ര കോടി രൂപ ഒരു പാർട്ടിക്ക് വേണം? ഈ കുട്ടികൾ എന്തുകൊണ്ട് UK പോകണമെന്ന് ആഗ്രഹിക്കുന്നു? അതൊന്ന് അനലൈസ് ചെയ്യണം. അവനെ അങ്ങോട്ട് ആകർഷിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അവിടുത്തെ ജീവിത സാഹചര്യം അല്ലേ, പ്രതിഫലം, ജീവിതം ആസ്വദിക്കാനുള്ള അവസരങ്ങൾ, സ്വാതന്ത്ര്യം, ഈ മാതാപിതാക്കളുടെ നാട്ടുകാരുടെയും എത്തിനോട്ടോ ഒളിഞ്ഞുനോട്ടോ ഇല്ലാത്ത പരിസരങ്ങൾ, വൃത്തി, സൗന്ദര്യബോധം, എസ്തെറ്റിക് സെൻസുള്ള ഒരു നഗരമോ ഗ്രാമമോ ഒക്കെ പോലും ഇതെല്ലാം ഇവിടെ കൊടുക്കണം. കേരളത്തിലെ ടൂറിസം വളരാനുള്ള അടിസ്ഥാനപരമായ പല കാര്യങ്ങളിലും നമ്മൾ പുനർചിന്തനം നടത്തേണ്ട സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമുകളെല്ലാം കൃത്യമായിട്ട് പറയുന്ന ഒരാളാണ്. ഉദാഹരണത്തിന് മൂന്നാറിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത്? ഇവിടുന്ന് വരുന്ന എല്ലാ കാറുകളും വാഹനങ്ങളും മൂന്നാറിലേക്ക് അങ്ങ് പോവുകയാണോ ചെയ്യേണ്ടത്? അതോ കുറച്ച് ഭാഗത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മളവിടെ പാർക്കിങ്, വലിയ വിശാലമായ പാർക്കിംഗ് ഏരിയ കൊടുത്ത് അവിടെ കൊണ്ട് വാഹനങ്ങൾ നിർത്തിച്ചിട്ട് ഈ പെട്രോളിയം കത്തിച്ച് അല്ലെങ്കിൽ പെട്രോൾ കത്തിച്ച് ഓടുന്ന വാഹനങ്ങളെ ഹിൽ സ്റ്റേഷനിലേക്ക് വിടാതെ ആകാശത്തു നിന്നെയും തേയിലത്തോട്ടങ്ങളെയും ഈ തടാകങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര, അതല്ലേ അവനെ അത് ആസ്വദിക്കാനല്ലേ അങ്ങ് വന്നത്. അവർക്കും കസ്റ്റമർക്കും ആ ഫെസിലിറ്റി കൊടുക്കുന്നവനും ലാഭമുള്ള ഒരു പദ്ധതിയല്ലേ അവിടെ വരേണ്ടത്. കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നാൽ ലോകത്ത് ഏത് നാട്ടിലും കിട്ടുന്ന സൗകര്യങ്ങളും എക്സൈറ്റ്മെൻറ്റും എല്ലാം നിങ്ങൾക്ക് അനുഭവിച്ചിട്ട് പോകാവുന്ന ഒരു സ്ഥലമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് തായ്ലൻഡിലേക്ക് മനുഷ്യൻ ഒഴുകുന്നത് പോലെ, വിയറ്റ്നാമിലേക്ക് ഒഴുകുന്നത് പോലെ, സിംഗപ്പൂരിലേക്ക് ഒഴുകുന്ന പോലെ ഇങ്ങോട്ട് ആളുകൾ ഒഴുകുന്ന ഒരു കാലം വരും. വിദേശികൾ വന്നില്ലെങ്കിൽ വേണ്ടെന്നേ, നോർത്ത് ഇന്ത്യൻ ആളുകൾ ഒഴുകിയാൽ പോലും പോരെ. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ജീവിക്കേണ്ടവൻ്റെയും വീട്ടിൽ അരി മേടിക്കേണ്ടതാണെന്നും അവനും കറണ്ട് ചാർജ് അടയ്ക്കേണ്ടതാണെന്നും വണ്ടിക്ക് പെട്രോൾ അടിക്കേണ്ടതാണെന്നും അതിന് അവന് പൈസ വേണ്ടതാണെന്നും അതിന് ഞാൻ പൈസ കൊടുക്കുന്നില്ല, അവൻ എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കുന്നുണ്ടാകുന്നുള്ള ചിന്തിക്കാനുള്ള ഒരു ബോധം നമ്മളൊക്കെ കാണിച്ചാൽ മതി. അപ്പം അഭിനയം അറിയാത്ത ഒരാളും ഇല്ല ലോകത്ത്. അതുകൊണ്ടാണ് കഴിവ് അതിൻ്റെ യാഥാർത്ഥ്യബോധത്തോടെ അല്ലെങ്കിൽ കൃത്യതയോടെ അത് പെർഫോം ചെയ്യുന്ന വലിയ അഭിനേതാക്കൾ ധാരാളമുണ്ട്. നമ്മൾ പലപ്പോഴും ചിലരെ പിടികൂടുന്നത് അവരുടെ അഭിനയം ശരിയാകാതെ വരുമ്പോഴാണ്.